എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സ്ട്രെയിൻ ഗെറ്റവേസ്. ഈ പ്രാവശ്യം നമ്മൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. നാട്ടിൽ പോയിട്ട് എന്തൊക്കെ സംഭവങ്ങൾ വാങ്ങിച്ചു എന്ന് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചു. കുറച്ച് പേരൊന്നും കേട്ടോ, 1-2 പേര് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക്, ഡ്രസ്സ് ജ്വല്ലറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ഒരു വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. കാരണം ട്രാവൽ വീഡിയോ വന്നിട്ട് ആൾക്കാർക്ക് ആർക്കും കാണാനൊന്നും സമയമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. എന്നാൽ പിന്നെ ഷോപ്പിംഗ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് നമ്മൾ ആ സാരിയുടെയൊക്കെ ഇട്ടത് ഓണ്ടർപ്രണർ നമ്മൾ ഇട്ടതുണ്ടായിരുന്നു, സിയ ബോട്ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ പ്രാവശ്യം ചെയ്യാൻ പോവാണ്. കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ സ്ഥിരം കാണുന്ന കുറച്ച് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ സാരി എന്നാണ് തുടങ്ങാൻ പോകുന്നത്. കാരണം എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്, ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സാരിയാണ്. സാരി വിട്ടിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല. ഇവിടെ എന്ത് ഒരു ചാൻസ് കിട്ടിയാലും ഞാൻ സാരി കൊടുക്കാറ്. ഇവ വിൻ്ററായി തന്നെ സാരി കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. സാരിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇത് ജയലക്ഷ്മിയിൽ നിന്ന് എടുത്തതാണ്. ഒരു പേസ്റ്റൽ കളറാണ്, ഒരു പിങ്ക് ആൻഡ് പർപ്പിളാണ്. തനി പിങ്ക് അല്ല, ഒരു പർപ്പിളിൻ്റെ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട്. പിന്നെ ഒരു സിൽവറും വരുന്നുണ്ട്. ഈ ഒരു സാരിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു സെയിം ഇത് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ കുറേ പേര് ബ്രൈഡൽ ഇതിനൊക്കെ ഇങ്ങനത്തെ സാരിയാണ് ചൂസ് ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സെപ്പറേറ്റ് ബോർഡർ, കോൺട്രാസ്റ്റ് ബോർഡർ ആയിട്ടുള്ള സാരി ആൾക്കാർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സൈഡിലൊരു ബോർഡർ ഉണ്ട്, പക്ഷെ അത് കാണാൻ പറ്റില്ല, അത്ര ഇങ്ങനെ വിസിബിൾ അല്ല. നല്ലൊരു പേസ്റ്റ് കളറാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കളർ, നല്ലൊരു മിഠായി കളർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ത്രൂ ഔട്ട് ഇത് തന്നെയാണ്. മുന്താണി ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സാരി. 4000 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ വില. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ ഈ ഒരു സാരി ഈ ഒരു പേസ്റ്റൽ കളറുള്ള സാരിയാണ് കേട്ടോ. സണ്ണി സിൽക്സ്, ഞാനിവിടെ സണ്ണി സിൽക്സിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഷിഫോൺ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ മമ്മി ടീച്ചറായിരുന്നപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സാരികൾ കൊടുത്തായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴൊക്കെ ഇത് കംഫർട്ടബിൾ ആണ്. കാരണം പെട്ടെന്ന് ഉണങ്ങും, അങ്ങനെ അത് ഒട്ടിപ്പിടിച്ച് കിടക്കില്ല, പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്. ഞാനിപ്പോൾ ഈ ഒരു സാരി നമ്മുടെ ഗുഡ് ഫ്രൈഡേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തെന്ന് അറിയുക പോലും ഇല്ല, അത്രയും കംഫർട്ടബിൾ ആണ്. ഇത് ബ്ലാക്കിൽ ഫ്ലവേഴ്സ് വരുന്നതാണ്. ഇതിനൊന്നും ബ്ലൗസ് ഇല്ല, അപ്പോൾ നമ്മൾ ബ്ലൗസ് വേറെ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൂടെ വേറെ ബ്ലൗസ് ഇട്ടാലും മതി. പിന്നെ എടുത്തത് ബ്ലാക്കിൽ വലിയ ലീഫ് പാറ്റേൺ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് റെഡും ഓറഞ്ച് അതുപോലെ തന്നെ ഒരു ചിക്കു കളറും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലൗസ് ഇടാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ബ്ലൗസ് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിഫോൺ സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സോഫ്റ്റാണ് ഷിഫോൺ സാരി ഉടുക്കാനായിട്ട്. ഇപ്പോൾ ഫാഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് ഈ ഒരു ഷിഫോൺ സാരി എന്ന് പറയുന്നത്. ഇനി അടുത്ത സാരി കാണിച്ചു തരാൻ വരുന്നത്, ഇത് നമ്മൾ ജയലക്ഷ്മിയിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു സാരി. ഇത് ഒരു ട്രഡീഷണൽ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വരുന്നത്. ബോഡി നല്ല ഗ്രീന്, ബോട്ടിൽ ഗ്രീന് പോലത്തെ. പിന്നെ താഴത്തെ ഒരു തനി റെഡ് അല്ല, ഒരു ഡാർക്ക് മെറൂണിഷ് ഒരു റെഡ് ബോർഡറാണ് വരുന്നത്. നല്ലൊരു ക്ലാസിക് കോംബോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അധികം വിലയില്ല. ഇതിന് 1340. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒത്തിരി ഇങ്ങനത്തെ ഒരു 2000 റേഞ്ചിൽ ഒരുപാട് സാരീസ് കണ്ടു. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സാരി എടുക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്ലെയിൻ സാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കസിൻസിൻ്റെയൊക്കെ വെഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ സാരി എടുക്കാനായിട്ട് നമ്മൾ കല്യാണിൽ അല്ലെങ്കിൽ ജയലക്ഷ്മിയിലൊക്കെ പോകും. അപ്പോഴൊക്കെ സാരിക്ക് ഒരു അറൗണ്ട് 3000+ ആണ് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പം ഇങ്ങനത്തെ കുറേ സാരീസ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ കുറച്ച് സാരി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2000 റേഞ്ചിൽ നല്ല നല്ല സാരികൾ. ഇതിൻ്റെ പല കളർ കോമ്പിനേഷൻ അവർക്കുണ്ട്. ബോഡി വരുന്നത് ഇങ്ങനെ ഒരു ബ്രൊക്കേഡ് പോലത്തെ, അത് ഒരു ത്രെഡ് വർക്ക് പോലെയാണ് തോന്നുന്നത്, തനി ബ്രൊക്കേഡ് പോലെയല്ല തോന്നുന്നത്. അപ്പം നല്ലൊരു കളർ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ജയലക്ഷ്മിൻ്റെ എടുത്ത സാരി. ഒരുപാട് സാരികളുണ്ടായിരുന്നു അവിടെ, അതിൽ എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത ഒരു സാരിയാണിത്. ഇതുപോലെ തന്നെ ഒരു സാരി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു സാരി എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക, വളരെ ഫേവറേറ്റ് ആയിട്ടൊരു സാരിയാണ്. നമ്മൾ എന്താ പറയുക, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാന്നൊക്കെ പറയുന്ന ഒരു സാരിയില്ലേ, ആ ഒരു സാരിയാണ്. നല്ല ഒരു മാമ്പഴ മഞ്ഞ കളറിൽ. ഇത് ടസറും അതുപോലെ തന്നെ ജൂട്ട് കോമ്പിനേഷനാണ് വരുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, അറൗണ്ട് 10K+ ഉണ്ട്. ഈ ഒരു സാരിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് മമ്മി പൈസ തന്നിട്ടുണ്ടായിരുന്നു സാരി വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ, അവൻ്റെ ഹോളി കമ്മ്യൂണിയൻ, അവന് കുറച്ച് ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് എനിക്ക് തന്നു. കാരണം ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് വിൻ ചെയ്ത് പറഞ്ഞു, ഇങ്ങനെ അമ്മയ്ക്ക് മാത്രം സാരി വാങ്ങിച്ചില്ല. കാരണം മോൻ്റെ ഹോളി കമ്മ്യൂണിയനായിട്ട് 2 ആഴ്ചയ്ക്കുള്ളിലായിരുന്നു നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ. അപ്പോൾ നമുക്ക് നാട്ടിൽ ചെന്ന് സാരി എടുത്ത് ബ്ലൗസ് തയ്പ്പിക്കാനൊന്നും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് സാരി, കയ്യിലുള്ള പഴയ സാരിയല്ല, ഉടുക്കാത്ത സാരി പെട്ടെന്ന് ബ്ലൗസ് തയ്ച്ച് കിട്ടുമല്ലോ എന്ന് ധരിച്ചിട്ട് സാരി ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു എല്ലാവരും സാരി എടുത്ത് അമ്മയ്ക്ക് മാത്രം സാരി എടുത്തില്ല അതുകൊണ്ടപ്പോൾ അവന് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. നമ്മൾ ഫീലിങ്സ് ഉണ്ടാക്കി അങ്ങനെ. അപ്പോൾ അവന് ഗിഫ്റ്റ് കാർഡ് കിട്ടിയത്, ഗിഫ്റ്റ് കൂപ്പൺ കിട്ടിയത് എനിക്ക് തന്നപ്പോൾ അങ്ങനെ മമ്മിയുടെയും അവൻ്റെയും കൂടിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ സാരിയുടെ. ഈ സാരി ഞാൻ മോൾക്ക് ലാച്ച വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ സമയമില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ നമ്മുടെ കളർ തീമും ഒരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ പേസ്റ്റൽ ബ്ലൂ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതിന് ഇത്ര എക്സ്പെൻസീവായിട്ട് സാരി എടുക്കണേ, ഇവിടെ 1-2 വട്ടം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സാരി വാങ്ങിക്കുന്നത്, എക്സ്പെൻസീവായിട്ടുള്ള സാരി വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇവർ രണ്ടുപേരും എനിക്ക് പൈസ തന്നപ്പോൾ പിന്നെ എന്തായാലും പോയി വാങ്ങിക്കാന്ന് വെച്ചാൽ അവിടെ ചെന്നു. ഏകദേശം ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ സംഭവം അവിടെ ഉണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കളർഫുൾ കസവ് അങ്ങനെയൊന്നുമില്ല, സിൽവറോ ഗോൾഡ് കസവോ ഒന്നുമില്ല. ഒരു സെൽഫ് പ്രിന്റ് പോലെയാണ് നമുക്ക് തോന്നുക. എംബ്രോയിഡറി വർക്ക് ഉണ്ടല്ലോ, ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു എംബ്രോയിഡറി വർക്കാണ്. അതിനകത്തുള്ള എന്താ ലൈനിങ് ഇതിനകത്ത് ഇരിക്കുക. കാരണം പോകേണ്ട നേരത്തെ വാങ്ങിച്ചത്. അപ്പം ഞാൻ അതിന് ബ്ലൗസ് തയ്ച്ചിട്ട്, ബ്ലൗസ് ഏകദേശം ഒരു മാമ്പഴ മഞ്ഞ കളർ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നെക്കിലും അതുപോലെ തന്നെ സ്ലീവിലും എംബ്രോയിഡറി വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഈ ഒരു കളർ, ഈ ഒരു ബ്രോൺസ് പോലത്തെ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ചെയ്യാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫംഗ്ഷനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി സ്ട്രെസ് എടുത്തൊന്നും ബ്ലൗസ് തയ്ക്കേണ്ട, സമയം എടുത്ത് തയ്ച്ചാൽ മതി. ബ്ലൗസ് തയ്ക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഓടിച്ച് പോയി ബ്ലൗസ് തയ്ച്ചാൽ അത് കൊള്ളാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാരി ജൂട്ടും ടസറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. നല്ലൊരു കളർ, നല്ല സോഫ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ ഹെവി ആണെങ്കിലും തോന്നുമെങ്കിലും അത്ര ഹെവി അല്ല, സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയും സാരി, ഒരുപാട് സാരിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം ഇത്രയും സാരി വാങ്ങിച്ചുള്ളൂ. പിന്നെ ഒരു സാരി വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാരിയാണ്. ഇത് ഈ ഒരു സാരി നമ്മൾ ഡാൻസിന് വേണ്ടി വാങ്ങിച്ചത്. കാണുമ്പോൾ ഓണം സാരി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കോസ്റ്റ്യൂം ഹയർ ചെയ്യാറ്. അപ്പോൾ ഓരോ പ്രാവശ്യം കോസ്റ്റ്യൂം ഹയർ ചെയ്യുമ്പോഴും ഏകദേശം അറൗണ്ട് $30 നമ്മൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് സാരി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് മൾട്ടി കൾച്ചറിൽ നമ്മൾ ഓണത്തിന് ചെയ്ത ഡാൻസ് മൾട്ടി കൾച്ചറിൽ ചെയ്യാനായിട്ട് നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ തപ്പി നടന്നു. നമ്മൾ ജയലക്ഷ്മി പോയി, കല്യാണി പോയി, അവിടെ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് പുളിമൂട്ടിലും പോയി കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് മെറ്റീരിയൽ നോക്കാനായിട്ട്. അങ്ങനെ മെറ്റീരിയൽ ചെന്ന് നോക്കിയപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കണ്ടു. പിന്നെ ഇത് നമ്മുടെ ബ്ലൗസിന് നല്ല മാച്ചാണ്. നമ്മൾ ഓൾറെഡി ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ടോപ്പായിരുന്നു. അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ടോപ്പായിരുന്നു, ഒരു മെറൂൺ കളറ്. ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ പിൻ ചെയ്യാം കേട്ടോ. ഇനഫ് ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 6 പേർക്ക് വേണമായിരുന്നു. അപ്പോൾ 5.5 മീറ്റർ വേണമല്ലോ സാരിക്ക്. അപ്പോൾ 5.5 മീറ്റർ തികഞ്ഞില്ല, 5.25 മീറ്റർ എടുത്തു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാൻസ് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഓണസാരിയായിട്ട് ഉപയോഗിക്കാം. ഒരു ചെറിയൊരു പീസ് ജോയിൻ ചെയ്താൽ മതി, കുത്തിനോടത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓണത്തിന് കൊടുക്കുകയും ചെയ്യാം. പിന്നീട് യൂസ് ഉണ്ട്. നമ്മൾ റെൻ്റലിന് മേടിക്കുമ്പോൾ അത് റെൻ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് എടുത്തിട്ട് ഒത്തിരി പേര് പറഞ്ഞു നല്ലതായിരുന്നു, നല്ല സ്റ്റേജിൽ നല്ല തിളക്കമുണ്ടായിരുന്നു പറഞ്ഞു, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, നല്ലതായിരുന്നു പറഞ്ഞു. നമ്മൾ ഈ ദേവസ്ഥാന മോഡലിലാണ് എടുത്തത്. പിന്നെ കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ, കളിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സാരിയാണ് പിന്നെ എടുത്തത്. സാരിയായിട്ട് എടുത്തതല്ല, നമ്മൾ ഡാൻസിന് കോസ്റ്റ്യൂമായിട്ട് എടുത്തതാണ്. ഇനി കുറച്ച് സൽവാർ ചുരിദാർ കാണിച്ചു തരാം. ചുരിദാർ ഞാൻ സാധാരണ തയ്പ്പിക്കാറാണ് ചെയ്യാറ്. എൻ്റെ ഫേവറേറ്റ് തയ്പ്പിക്കുന്ന സ്ഥലം ഇരിഞ്ഞാലക്കുട യുണൈറ്റഡ് ആണ്. നല്ല സ്റ്റിച്ചിങ് ആണ് അവരുടെ. പക്ഷേ ഒരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ സമയം എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്ക് ഹറിയിൽ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് എപ്പോഴും ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് ഈ ഡിസംബറിലൊക്കെ പോകുമ്പോൾ കല്യാണ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്കപ്പോഴും പോണേൻ്റെ തലേദിവസം പോകണം എന്നൊക്കെയാണ് എനിക്ക് തയ്ച്ച് കിട്ടാറ്. അത് അവരുടെ കുറ്റമല്ല, കാരണം അവരത്രയധികം ബിസി ആയിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ്, ഞാൻ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല, കാരണം റെഡിമെയ്ഡ് ഫിറ്റിങ്സ് ഒന്നും കറക്റ്റ് ആവാറില്ല. പക്ഷേ ഈ പ്രാവശ്യം പോയിട്ട് റെഡിമെയ്ഡ് സൽവാർ വാങ്ങിച്ചു, അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോകുന്നത് ബനാറസ് ഒരു സൽവാറാണ്. ബ്ലൂ എൻ്റെ കളറല്ല, പക്ഷെ എനിക്ക് എന്തോ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷോള് നല്ല റിച്ചാണ്, ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇതിട്ടിട്ട്. ഞാനിത് ക്രിസ്മസിന് വീട്ടിൽ പോയപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്. നല്ല രസം, നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഷോളിൽ വരുന്നത്. ടോപ്പ് വരുന്നത് ഇങ്ങനെ, അതുപോലെ തന്നെ നെക്കിൽ വർക്ക് ഉണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനത്തെ വർക്ക് ഭയങ്കര ഫാഷനായിരുന്നു. ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് വലിയ ബോർഡർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു സൽവാർ നമ്മൾ വാങ്ങിച്ചത്. നല്ല സോഫ്റ്റാണ് ബനാറസ്, നല്ല മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റാണ് ഇടാറുള്ളത്. ഇതൊരു അറബിക് ലാച്ച എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ചെന്നപ്പം ഭയങ്കര പോപ്പുലർ ആയിരുന്നു. ആ ഒരു ലാച്ചയുടെ ഒരു മോഡലാണ് ഈ ഒരു പർപ്പിൾ കളർ. പർപ്പിൾ കളറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പണ്ടൊക്കെ ഈ റിച്ച് റോയൽ ഫാമിലീസ് മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു കളറാണ്. അതിന് കാരണം പറയുന്നത് ഈ പർപ്പിൾ കളർ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ബാക്കിയുള്ള കളർ പോലെയല്ല, പർപ്പിൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, റയറാണ്. പറയാം, നമുക്ക് റയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ വില കൂടുന്നത്. അപ്പോൾ പർപ്പിൾ കളറിന് എനിക്ക് അധികം സൽവാർ ഇല്ല. സാരി കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു ഓവർകോട്ട് പോലെ ഇത് കണ്ടോ, ഉൾഭാഗത്ത് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ ഓവർകോട്ട് സെപ്പറേറ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു അത് ഇവിടെ ഒരു പ്രസ് ബട്ടൺ വെച്ച് അത് അവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്തു, അതല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയി പോകുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു അറബിക് പോലത്തെ ഒരു ലാച്ച എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചുരിദാറാണ്, പക്ഷെ അറബിക് ലാച്ച പോലത്തെ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ പാൻസിൻ്റെ താഴെ വർക്ക് ഉണ്ട്, ഇതിൻ്റെ പാൻസിൻ്റെ താഴെയും വർക്ക് ഉണ്ട്. ഒരു പെൻസിൽ ബോട്ടം പോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളും നല്ല റിച്ചാണ് കേട്ടോ, നല്ല ഒരുപാട് വർക്കുള്ള ഒരു ഷോളാണ് വരുന്നത്. ഈ ഷോളിൻ്റെ അറ്റത്ത് കണ്ടു നമ്മുടെ അലാദിൻ്റെ കാർപ്പറ്റ് പോലെ അതിൻ്റെ കോർണറിലൊക്കെ ഓരോ ഹാങ്ങിങ്ങിന് കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അലാദിൻ്റെ കാർപ്പറ്റ് പോലെ ഇരിക്കും. അപ്പം ഈ ഷോളായാലും നല്ല നല്ല വർക്ക് ഉണ്ട് ഈ ഷോളിനകത്തും. അപ്പം നല്ലൊരു എലഗൻറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഒരു ഇഷ്ടപ്പെട്ട, ഇത് എക്സ്പെൻസീവ് ആണ്, എനിക്ക് തോന്നുന്നു 5000 അബവ് ആയിട്ടുണ്ട്. എക്സ്പെൻസീവ് ആണ്, പക്ഷേ അത് നല്ലൊരു ഫംഗ്ഷനൊക്കെ ഇപ്പോൾ സാരി ഉടുക്കാൻ പറ്റാത്തൊരു ഫംഗ്ഷനാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സൽവാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു എംബ്രോയിഡറി വർക്കും, പിന്നെ അതിനകത്ത് പേളും വരുന്നുണ്ട്, പിന്നെ ഒരു തരം സ്റ്റോണും വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു പർപ്പിൾ സൽവാർ. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ സൽവാർ. പിന്നെ വാങ്ങിച്ചൊരു സൽവാർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഒരു കവറിൽ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നാട്ടിൽ വെച്ചിടാനൊരു ക്രിസ്മസിനൊക്കെ ഇടാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഓൾട്രേഷന് കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഇടാൻ പറ്റിയില്ല. വൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് റെഡ് ബ്ലാക്ക് കോംബോ ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഗോൾഡ് കളർ, അതുപോലെ തന്നെ വൈറ്റിലെ കോമ്പിനേഷൻസ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ നെക്കിൽ കുറേ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട്, തുറന്നിട്ടില്ല, ഇപ്പോഴാണ് തുറക്കുന്നത്. ഓർഡർ ചെയ്ത് അവരെ നിന്ന് മേടിച്ചതാണ്. ഇങ്ങനെയാണ് ഈ ഒരു സൽവാർ വരുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എലഗൻറ്റ് ലുക്കാണ്. ഇത് ഈസ്റ്ററിന് ഇടാൻ പറ്റിയില്ല, കാരണം ഈസ്റ്ററിന് നമ്മൾ ഇംഗ്ലീഷ് കുർബാനയ്ക്കാണ് പോയത്, അതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഫങ്ഷൻസിനായാലും നല്ലൊരു, അതിൽ എംബ്രോയിഡറി കളേഴ്സ് വരുന്നത്, ഇതിനകത്ത് കുറേ പേൾ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കൊളുത്തി പിടിക്കുന്നുണ്ട്. ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ഒരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. പല കളറിലെ എംബ്രോയിഡറി സ്റ്റോണും അതുപോലെ തന്നെ പേളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സൽവാർ. ഒരു സിമ്പിൾ സ്ലിറ്റ് സൽവാറാണ്. ഇതിൻ്റെ പാൻറ് എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും പാൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്. ഷോള് വരുന്നത് വളരെ പ്ലെയിൻ ആണ്. ഷോളും അങ്ങനെ കാര്യമായിട്ട് വലിയ ആർഭാടമൊന്നുമില്ല, ഒരു സിമ്പിൾ ഷോളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാർ പർച്ചേസ് ചെയ്തത്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ സമയം പോകുന്നത് ഈ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ എന്താ പറയുക ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാനോ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമല്ല. എൻ്റെ ഏറ്റവും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത സാരികളുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ പഴയ ഏതെങ്കിലും സാരികൾക്ക് ബ്ലൗസ് പാകാണ്ട് വരുമോ ബ്ലൗസ് ഇല്ലാതെ വരും, അങ്ങനെ വരാണെങ്കിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഈ എടുത്ത സാരികൾ മിക്ക സാരികൾക്കും ബ്ലൗസ് പീസ് വരുന്നത് 1 മീറ്ററിന് താഴെയാണ്. തയ്പ്പിക്കുമ്പോൾ എപ്പോഴും ലോങ് സ്ലീവ് ആണ് തയ്പ്പിക്കാറ്, അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ്. ഈ എൽബോ വരെയുള്ളത് ഞാൻ അങ്ങനെ തയ്പ്പിക്കാറില്ല, എനിക്ക് എന്തോ അത് അത്രയും കൂടെ സ്യൂട്ട് ആവാറില്ല. അപ്പോൾ നീളത്തിലുള്ള കൈകൾ തയ്പ്പിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രിൻസസ് കട്ടും, ഇപ്പം നെറ്റ് പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പ്രിൻസസ് കട്ട തയ്പ്പിക്കുക. അപ്പോൾ പ്രിൻസസ് കട്ടാണെങ്കിലും മെറ്റീരിയൽ എക്സ്ട്രാ വേണം, അപ്പോൾ അതിന് മെറ്റീരിയൽ എടുക്കാം. ബ്ലൗസ് ഒരെണ്ണം ആദ്യം തയ്ച്ച് കിട്ടാം, പിന്നെ അത് ഇട്ട് നോക്കണം, അത് കഴിയുമ്പോൾ പിന്നെ കിട്ടണത് ഇട്ട് നോക്കും. അത് ഓൾട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോകുമ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. തയ്ക്കൽ എപ്പോഴും ഒരു വൺ ഓഫ് ദ ചാലഞ്ചസ് ആണ് നാട്ടിൽ പോയി കഴിഞ്ഞാൽ. പക്ഷേ റെഡിമെയ്ഡ് ബ്ലൗസ് എനിക്ക് എന്തോ അങ്ങോട്ട് സൂട്ട് ആവാറില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്പ്പിക്കാറാണ്. പല സ്ഥലത്ത് തയ്പ്പിക്കാറുണ്ട്, ബ്ലൗസ് ഇരിഞ്ഞാലക്കുട തയ്പ്പിക്കാറുണ്ട്, സാധാരണ ഇരിഞ്ഞാലക്കുട തയ്പ്പിക്കാറ്. ഈ പ്രാവശ്യം തൃശ്ശൂരാണ് കൂടുതൽ തയ്പ്പിച്ചത്. അപ്പോൾ കുറച്ച് ബ്ലൗസ് തയ്പ്പിച്ചത് ഞാൻ കാണിച്ചത്. എൻ്റെ അടുത്ത് കുറേ പേര് പറയാറുണ്ട് ബ്ലൗസ് തയ്പ്പിച്ചത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് തയ്പ്പിക്കാറുണ്ട്, നല്ല ബ്ലൗസുകളാണ്. നല്ല പണിയാണ് കേട്ടോ ബ്ലൗസുകൾ, എന്താ പറയുക, ഇതുപോലെ നല്ല രസമായിട്ട് തയ്പ്പിച്ച് കിട്ടാനായിട്ട് കുറച്ച് നല്ല എഫർട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കണ്ട പേസ്റ്റൽ കളർ ഉണ്ടല്ലോ, പിങ്ക് ആൻഡ് പർപ്പിളിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ ഇത് അവർ തയ്ച്ചത് ബാക്കിൽ ഇങ്ങനെ സ്ക്വയർ നെക്കാണ്, നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചതാണ്. നെറ്റ് വാങ്ങിച്ചത് ഈ ഒരു കളറാണ്, ഈ ഒരു ലാവൻഡർ പിങ്ക് ഷെയ്ഡ് കളറാണ് വാങ്ങിച്ചത്. കാരണം അല്ലെങ്കിൽ ഭയങ്കര ഒരു തിളക്കായിരിക്കും സാരിക്ക്. അത് കഴിഞ്ഞ് അതിൻ്റെ അറ്റത്ത് ചെറിയ അതിൻ്റെ ആ ബ്ലൗസിൻ്റെ സ്ലീവ് വെച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബ്ലൗസ് തയ്ച്ചത്. ഇത് നമ്മൾ തയ്പ്പിച്ചത് ടുലി എന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കുട ഉണ്ട്, അവർക്ക് തൃശ്ശൂരും ഉണ്ട്. ഞാൻ ഇരിഞ്ഞാലക്കുടത്തുള്ള അവിടെ ഇതുവരെ പോയിട്ടില്ല, തൃശ്ശൂർ ഉള്ളതാണ് തയ്പ്പിച്ചത്. ഞാൻ കുറച്ച് നാളുകളായിട്ട് അവിടെയാണ് നല്ല ബ്ലൗസൊക്കെ തയ്പ്പിക്കുന്നത്. കാരണം നല്ല ബ്ലൗസൊക്കെ തയ്പ്പിക്കാൻ നമ്മൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടും. പണ്ട് എനിക്ക് മോളുടെ പൊളിക്കും മീനുവിന് ഒരു അനുഭവം ഉണ്ട്. ഇങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ബ്ലൗസ് തയ്പ്പിച്ച് അങ്ങനെ ബ്ലൗസ് ആകെ അങ്ങനെ അതൊരു നെറ്റ് ബ്ലൗസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് കൊണ്ടുപോയി ഓൾട്ടർ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബ്ലൗസ് തയ്പ്പിക്കുമ്പോൾ
എന്തായാലും നല്ല സ്ഥലത്ത് തന്നെ കൊടുത്ത് തയ്പ്പിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ കണ്ട സാരിയുടെ കേട്ടോ. പിന്നെ ഈ ഒരു വെൽവെറ്റിൽ നിറയെ എംബ്രോയിഡറി വർക്കായിട്ട് ഈ മെറ്റീരിയൽ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ സെയിൽ വരുമ്പോൾ ഞാൻ പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്ലവർ പോലത്തെ ഒരു പാറ്റേൺ ആണ്. അതേ സെയിം പാറ്റേൺ തന്നെയാണ് ബാക്കിലും. പ്രിൻസസ് കട്ട് മോഡൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. പ്രിൻസസ് കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ബാക്ക് ഓപ്പൺ ലോങ് സ്ലീവായിട്ട് അപ്പോൾ ഞാനിത് മെറ്റീരിയൽ എടുത്ത കാരണം ഞാൻ തുണി കൂടുതൽ എടുത്തതാണ്. 1.25 മീറ്ററാണ്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഹെവിയാണ് ഇടാനായിട്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു വിൻ്ററിലൊക്കെ സാരി എടുക്കണമെങ്കിൽ ഇടാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വെൽവെറ്റ് ബ്ലൗസ്. ഇനി കാണിച്ചു തരാൻ പോകുന്ന ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൗസ് കേട്ടോ. ഇത് നമ്മൾ എവിടെ വാങ്ങിച്ചത്, ക്രസോട്ട ക്രിയേഷൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പേസ്റ്റൽ കളറാണ് പുള്ളിക്കാരത്തി കൊടുത്തത്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ഈ ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കണ്ടത്. ഇതിൻ്റെ ബാക്ക് നോക്ക്, എന്താ വർക്ക് അല്ലേ, നിറച്ചും വർക്കായിട്ട്. ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം ഇതുമ്മേ ഒറിജിനൽ മിററാണ് വെച്ചിരിക്കുന്നത്, എംബ്രോയിഡറി മിറർ വർക്കാണ്. എഗെയിൻ സ്ലീവ് ഇല്ല, ഞാൻ പോയിട്ട് അതിനൊരു പീച്ച് കളറാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ള സ്ലീവ് അതിൻ്റെ എഡ്ജിൽ വെച്ചു. അപ്പോൾ ഈ ഇവർ ഈ കൊടുത്തിരിക്കുന്ന നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എക്സ്ട്രാ നമ്മൾ മെറ്റീരിയൽ എടുക്കണം. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്കാലപ്പ് മോഡലാണ് തയ്ച്ചിരിക്കുന്നത്. കുറച്ചൊരു കുഡ്സായിട്ടുള്ള, എനിക്ക് സാധാരണ ഇഷ്ടമല്ല കുഡ്സായിട്ടുള്ളത്, പക്ഷെ അങ്ങനെയാണ് അവരത് തയ്ച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി പ്രീ ഡിസൈഡഡ് പാറ്റേൺ ആയതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഒരു സാരി. ഈ ഒരു സാരിയാണ് അതിൻ്റെ, നല്ല രസമല്ലേ. ഇത് നെറ്റാണ്, ഫുള്ള് നെറ്റുമ്മ എംബ്രോയിഡറി വർക്ക് ചെയ്തതാണ്. പിന്നെ ഗ്ലാസ് വർക്കും താഴെ അതിൻ്റെ സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ് നല്ല ഒരു പാർട്ടിക്കൊക്കെ പറ്റിയ എലഗൻ്റ് ലുക്കാണ്. നല്ല ജ്വല്ലറി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാണ് ആ ഒരു സാരി വരുന്നത്. ഇതാണ് നമ്മൾ നാട്ടിൽ ഹോളി കമ്മ്യൂണിയിൽ പോയപ്പോൾ തയ്പ്പിച്ച ഒരു ബ്ലൗസ്. ഇത് കിഴക്കേക്കോട്ടയിൽ, തൃശ്ശൂർ കിഴക്കേക്കോട്ടയിൽ ഒരു സ്ഥലത്താണ് ഞാൻ തയ്പ്പിച്ചത്. ഞാൻ കടയുടെ പേര് ഞാൻ മറന്നുപോയി. അത് താഴെ ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ പോലത്തെ പാറ്റേൺ വെച്ചിട്ട് ഇവിടെ നെറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ നെറ്റ് ഇച്ചിരി തിക്കായിപ്പോയി. ഞാൻ ഇതൊരു ഡബിൾ ലെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്രയും കൂടെ ഹാപ്പി അല്ല ഈ ഒരു സ്റ്റിച്ചിങ്ങിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാറ്റേൺ പകുതി വെച്ച് മാറ്റി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പാറ്റേൺ മാറ്റുമ്പോൾ അവർക്ക് തന്നെ ആകെ കൺഫ്യൂഷനാവും. പിന്നെ നമ്മൾ അവിടെ ചെന്ന പറയണേ കുഴപ്പമില്ല, ഞാൻ ഓൺലൈനിൽ വാട്സാപ്പിലാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സാരിയാണ് ഞാൻ റിസപ്ഷൻ എടുത്തത്. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇവർ ആ ഒരു കസവ് വെച്ചിട്ടുണ്ട്. പിന്നെ ലോങ് സ്ലീവ് ആണ്. ഇതിൻ്റെ സാരി വരുന്നത് ഈ ഒരു സാരിയാണ് കേട്ടോ, ബനാറസി, സെമി ബനാറസി സാരിയാണ്. ഇതെൻ്റെ ബ്രദർ എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് എടുക്കാനായിട്ട്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ 23 ഡിസംബറിൽ നാട്ടിൽ പോയപ്പോൾ എടുത്ത സാരിയാണ്. ഇത് ബ്ലൂ ആണ്, ബ്ലാക്ക് പോലെ തോന്നുമെങ്കിലും ഉടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതെന്താ ഇവർ ബ്ലാക്ക് കൊടുത്തേന്ന്. ഞങ്ങളെല്ലാവരും ഈ ഒരു ഇതിനെ നേവി ബ്ലൂ ഇതോ ഈ ഒരു ബ്ലൂ ആണ് എടുത്തത്. പക്ഷെ ബ്ലാക്ക് പോലെ തോന്നിച്ചു എന്ന് തോന്നുന്നു. പിന്നെ മജന്ത, അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി വരുന്നതും മജന്തയാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്, ഇതാണ് സാരി വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡിസംബറിൽ പോയപ്പോൾ എടുത്തതാണ്. പക്ഷേ അന്ന് ബ്ലൗസ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നാട്ടിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സാരിയും പിന്നെ വേറൊരു സാരി ഞാൻ എടുത്തിട്ട് അത് കാണിച്ചായിരുന്നു. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലൗസ് തയ്ച്ചു. അത് ബ്ലൗസ് തയ്ച്ചത് തന്നെ ഈ ബ്ലൗസ് തയ്ച്ചത് ഒരു സ്ഥലത്താണെങ്കിൽ ഹോളി കമ്മ്യൂണിയന് പള്ളിയിൽ കൊടുത്ത സാരി ബ്ലൗസ് തയ്ച്ചത് വേറെ സ്ഥലത്താണ്. ടൂലിയിലാണ് നമ്മൾ തയ്ച്ചത്. ആ ബ്ലൗസാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മൾ ടൂലിയിൽ തയ്ച്ച ബ്ലൗസ്. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിരുന്നു ഇവരുടെ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ ഒരു ബ്ലൗസ് തയ്ക്കുള്ളൂ. ഞാൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരോട് എനിക്കൊരു ബ്ലൗസ് തയ്ച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരേ ഒരു ബ്ലൗസ് തയ്ക്കുള്ളൂ, സിമ്പിളായിട്ടാണ് തയ്ക്കാൻ പറ്റില്ല, ഒത്തിരി ആർഭാടായിട്ടൊന്നും തയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, സിമ്പിളായിട്ട് മതി, പള്ളിയിലേക്കുള്ളതല്ലേ. അപ്പോൾ നല്ല വൈഡ്, ഫ്രണ്ടിൽ നല്ല വൈഡ് നെക്ക്, അതുപോലെ തന്നെ കയ്യിൽ ഓഫ് കോഴ്സ് നെറ്റ് വെച്ചു. ബാക്കിൽ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഡീപ്പ് ബാക്കാണ്. ബാക്കിൽ പോട്ട്ലി ബട്ടൺസ്, ഇങ്ങനെ ചെറിയ ചെറിയ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഇതിനെനിക്ക് ഒട്ടും ചെറിയൊരു സ്ലീവ് മാത്രമേ ഒരു ഓൾട്രേഷൻ വന്നുള്ളൂ. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെ എനിക്ക് ഇഷ്ടം. കാരണം ഒത്തിരി ഓൾട്രേഷൻ ഒന്നും ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർ അത് മാറ്റി തരും ചെയ്യും. എൻ്റെ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജൂണിൽ നാട്ടിൽ പോയപ്പോൾ ഈ ഏതോ ഒരു സാരി വാങ്ങിക്കാം, മമ്മി എനിക്ക് പൈസ തന്നിട്ട് ഒരു മമ്മി ഇപ്പോഴും പൈസ തരും, സാരി വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സാരി വാങ്ങിക്കില്ലാന്ന് വെച്ചാൽ അന്ന് മമ്മിക്ക് വയ്യാടായിട്ട് പോയതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് സാരി മേടിക്കണമായിരുന്നു. അങ്ങനെ ഒരു സാരി മേടിക്കാൻ പോയ ആള് എനിക്ക് 5-6 സാരി മേടിച്ചിട്ട് വന്നു. അതിൽ പെട്ട ഒരു സാരി, അന്ന് എടുത്ത ഒരു സാരിയാണ് ഈ സെമി ബനാറസി തന്നെയാണ്. നല്ലൊരു ബ്ലഡ് കളറും സിൽവർ കോമ്പിനേഷനായിട്ട് ഇത് ഞാനൊരു പ്രാവശ്യം എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇനി ഒരു പ്രശ്നമുള്ളത് ഇതിന് ഇറക്കം കുറവാണ് താഴത്തേക്ക്. അപ്പം നമ്മൾ ഹൈ ഹീൽസ് ഒക്കെ ഇടുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
ഉടുക്കാൻ നല്ലതായിരുന്നു. അതിൽ ബ്ലൗസും നല്ല രസമായിട്ട് ഒരു തയ്ച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാരി എടുക്കാൻ പോയപ്പോൾ എടുത്ത സാരി അവിടെ ആടി സെയിൽ നടക്കായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു സാരി കണ്ടു. ഇപ്പം ഇതിന് 5000 സംതിങ് ആയിരുന്നു. എനിക്ക് 2500 രൂപ ആണ്ടായുള്ളൂ ഇതിന്. കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് വേറെ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. താഴത്തെ ഈ പേൾ വർക്കാണ്. ഇതൊരു തരം ഫുൾക്കാരി വർക്ക് പോലെയാണ് വരുന്നത്. ഫുൾക്കാരി എന്ന് പറഞ്ഞിട്ട് പഞ്ചാബിയാന്ന് തോന്നുന്നു. നമ്മുടെ ഒരു അക്കോബേരൊക്കെ ഒരു ലുക്ക് ഉണ്ട്. പക്ഷെ എടുത്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഇത് ആ ബ്ലൗസും ആ സാരിയും ഇതെല്ലാം കൂടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഈ സാരി എടുത്തിട്ട്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ആ എടുത്തിട്ടുള്ള പിക്ചർ താഴത്ത് ഇതിൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ആടി സിൽക്കിൽ മേടിച്ച ആടി സെയിലിൽ മേടിച്ച ഒരു സാരിയും അതിൻ്റെ ബ്ലൗസ് കേട്ടോ. ഇനി അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ബ്ലൗസാണ്. ഈ ഒരു ബ്ലൗസിൻ്റെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാരി എവിടെ വെച്ചത് 9 തരം പ്രിൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇത് നല്ല എക്സ്പെൻസീവ് സാരിയാണ്. നമ്മൾ വാങ്ങിച്ചത് 5 പ്ലീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സിഡ്നിയിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് ഓൺലൈനിൽ മേടിച്ചതാണ്. നമ്മുടെ ഫ്രണ്ടാണ് ഇത് നടത്തുന്നത്. ഇത് സമ്പൽപുര എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് അവർ വീവ് ചെയ്തതാണ്. അവിടുത്തെ വീവേഴ്സ് സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടി കളർ കോമ്പിനേഷൻ പറഞ്ഞ് വീവ് ചെയ്ത് വന്നതാണ്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് കേട്ടോ നബാക്കുത്തി സാരി. അതിൻ്റെ മറ്റു പല കളേഴ്സ് ഉണ്ട്. എനിക്ക് അത്രയ്ക്കും ഈ കളർ ആ കളറിന് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബ്ലൗസ് പീസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കുറേ തപ്പി നടന്ന് ബ്ലൗസ് പീസ് കിട്ടാനായിട്ട് അവസാനം ഞാൻ യെല്ലോവും റെഡും കൂടി സെപ്പറേറ്റ് കളർ എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ തുണിയൊക്കെ മുറിച്ച് നടന്നിങ്ങനെ പോണ വഴിക്കാണ് ഈ ഒരു മെറ്റീരിയൽ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് മാച്ച്. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നടക്കണം. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്താൽ അവർ പോയി നോക്കും. അതല്ലാതെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ റോ സിൽക്കിൻ്റെ ഏരിയ ഉണ്ട്, പിന്നെ പ്യൂർ സിൽക്കിൻ്റെ ഏരിയ ഉണ്ട്, അതുപോലെ നെറ്റിൻ്റെ ഏരിയ ഉണ്ട്, ബ്രൊക്കേഡ് മെറ്റീരിയൽ വെച്ച ഏരിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് പോളി കോട്ടൺ ഉണ്ട്, ആർട്ട് സിൽക്ക്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പോയി നോക്കിയാൽ തന്നെയാണ് നമുക്കിത് കിട്ടുള്ളൂ. അത് നോക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ല. കാരണം ഈ മെറ്റീരിയൽസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. അപ്പം അങ്ങനെ തപ്പി നടന്ന് നമുക്ക് കിട്ടിയ ഒരു മെറ്റീരിയൽ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. ഇക്കട്ട് എന്നാണ് പറയാൻ തോന്നുന്നു. ഇതാണ് ഇക്കട്ട് ഒരു പാറ്റേൺ വരുന്നത്. അപ്പം ഇതിന് ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ 1 മീറ്റർ താഴെ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ചെറിയ കൈ വെച്ച് തയ്ച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു വള്ളിക്കെട്ട് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ഈ സാരി എടുത്തിട്ട് ഒത്തിരി നാളായിട്ട്, പക്ഷെ ബ്ലൗസ് ഇല്ലാത്ത കാരണം ഉടുക്കാണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്കട്ടല്ല നമ്മുടെ നബാക്കൊത്തി സാരി. അതിന് ഈ ഒരു ചില്ലി പോലത്തെ ഒരു റെഡാണ്, പിന്നെ ഒരു മാമ്പഴം മഞ്ഞ ബോർഡർ, അതിൻ്റെ നല്ല മാച്ചിങ് ആയിട്ടൊരു ബ്ലൗസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പാർട്ടിക്ക് നമുക്ക് കൊടുക്കാം. ബ്ലൗസ് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു മാമ്പഴം മഞ്ഞ പോലത്തെ കളറാണ്. ഇത് വേറെ ഏതൊരു ബ്ലൗസ് എടുക്കാനായിട്ട് മെറ്റീരിയൽ നോക്കാൻ പോയപ്പം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പം ഞാനിങ്ങനെ മെറ്റീരിയൽ കാണുമ്പോൾ വാങ്ങിക്കാറുണ്ട്. അപ്പം ഓണത്തിനോ ഏതിനെങ്കിലുമൊക്കെ മാച്ച് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഓണത്തിന് മെയിനായിട്ട് നമ്മൾ ചിലപ്പോൾ കേരള സാരി എല്ലാം ഒരു ഗോൾഡൻ ആയതുകൊണ്ട് ബ്ലൗസ് മാറ്റി ഇട്ടാൽ മതിയല്ലോ. ഞാനങ്ങനെ ഒരു പ്രാവശ്യം കൂട്ടുകാരിയുടെ ഓണത്തിന് 3 ബ്ലൗസാണ്ട് ഇട്ടു. തിരുവാതിരക്കളിക്ക് ഒരു ബ്ലൗസ് ഇട്ടു. അതുപോലെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അന്ന് എനിക്ക് മീഡിയം വണ്ണിലാന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് ഇട്ടു. പിന്നെ അതിന് ശേഷം ഒരു മലയാളി മംഗ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്ലൗസ്, ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എത്ര സാരിയാണ് മാറി. സാരിയല്ല മാറി, ആക്ച്വലി ബ്ലൗസാണ് മാറി കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്ലൗസ് മാറിയാലും മതി. അപ്പം അങ്ങനെ മാറ്റിയിടാനായിട്ട് ഇത് ബാക്കിൽ കെട്ടായിട്ട് ഒരു ബാക്ക് ഓപ്പൺ ആയിട്ടൊരു ബ്ലൗസാണ് തയ്പ്പിച്ചത്. ഓഫ് കോഴ്സ് ലോങ് സ്ലീവ്. അപ്പോൾ പ്രിൻസസ് കട്ട് മോഡലായിട്ടൊരു ബ്ലൗസ് തയ്പ്പിച്ചതാണ്. ഇതിൻ്റെ ഒരു സിൽവർ കളർ, ലൈറ്റായിട്ടൊരു സിൽവർ എന്താ പറയുക എംബോസ്ഡ് എംബ്രോയിഡറി പോലെ വരുന്നുണ്ട് ഇതിനകത്ത്. ഇനി കാണിച്ചു തരാൻ പോകുന്ന ബ്ലൗസ് ഈ ഒരു ബ്ലൗസാണ്. ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു സാരിയുടെയാണ്. ഇത് സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി എൻ്റെ സിസ്റ്റർ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് കേട്ടോ. വലിയ ബൂട്ടാസൊക്കെ ആയിട്ട് ഈ സാരി വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഇതുവരെ ഉടുത്തിട്ടില്ല, കാരണം ഇതിൻ്റെ ബ്ലൗസ് തയ്ച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കടലാസ് പോലെ ഇതിരിക്കുന്നത്. നല്ലൊരു കളറ്, ഒരു വൈനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടമായ ഒരു കളറാണ്. പക്ഷെ ഓഫ് കോഴ്സ് ഫംഗ്ഷനുകൾ ഉണ്ടായെങ്കിലും എനിക്ക് ഇടാൻ പറ്റിയില്ല, കാരണം ബ്ലൗസ് നന്നായിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ നെറ്റൊക്കെ വെച്ചാണ് തയ്ച്ചത്, പക്ഷെ അത് ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഈ ഒരു സ്ലീവും ഭയങ്കര കുടിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഈ പ്രാവശ്യം കുറേ തപ്പി നടന്നു. ഇതാണ് പ്രശ്നം. ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ബ്ലൗസ് കേടായി കഴിഞ്ഞാൽ, സെയിം സാരിയുടെ ബ്ലൗസ് കേടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലൗസ് മാച്ചിങ് കിട്ടാൻ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പിന്നെ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് മാച്ച് ആവില്ല, സിൽവർ മാച്ച് ആവില്ല. ഇതിനകത്ത് വരുന്നത് ആ ഒരു എന്താ പറയുക, ഒരു പിങ്ക് കളറിലുള്ള ഷെയ്ഡിലുള്ളൊരു വർക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് വേറെ എന്താ പറയുക, റോസ് ഗോൾഡ് പോലത്തെയാണ് അത് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ തപ്പി, പിന്നെ ഇതും ഒരു ഗോൾഡൻ ഒരു ലൈനൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് മാച്ചിങ്ങിന് കിട്ടി. പിന്നെ അവരുടെ കൊടുത്തു. അപ്പോൾ അവരത് ബാക്കൊക്കെ വൈഡാക്കി, കുറച്ച് ഓവർ വൈഡായെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും ഇത് കറക്റ്റ് ആയിട്ടില്ല, ഇനിയും കുറച്ച് പണികൾ ഇതുമ്പോൾ ബാക്കിയുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന് കുറേ തപ്പിന്ന് പറഞ്ഞു, സിൽക്കിലൊക്കെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ഇതിനൊരു ബ്ലൗസ്. അതുകൊണ്ട് ആ ബ്ലൗസ് പീസിനെ തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സാരി. അപ്പം ഇവന് ഭാഗ്യമുണ്ടാവുന്ന വിചാരിക്കുന്ന ഉടനെ തന്നെ എവിടെയെങ്കിലും ഉടുക്കാനായിട്ട്. സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി എനിക്ക് തോന്നുന്നത് ഇത് എറണാകുളത്ത് ജയലക്ഷ്മി അല്ലെങ്കിൽ ഷീമാട്ടിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നല്ല എക്സ്പെൻസീവ് ഒരു സാരി, അറൗണ്ട് 10K ആണ്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി എന്തായാലും എത്ര റേറ്റ് ഒക്കെ വരുമല്ലോ. പിന്നെ ഒരു ബ്ലൗസ് തയ്പ്പിച്ച് ഈ ഒരു ബ്ലൗസാണ് ഇത്. ഞാൻ ഇവിടുന്ന് മെറ്റീരിയൽ വാങ്ങിച്ചതാണ്. സെയിലിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ മെറ്റീരിയൽ വാങ്ങിക്കാറുണ്ട്. ഒരു ഗോൾഡൻ കളറ്, സാരിയും ഗോൾഡൻ തന്നെയാണ്. അപ്പം അതിന് തന്നെ 1 മീറ്റർ എടുത്തുള്ളൂ, കാരണം നല്ല വിടുത്തുണ്ട്. ഇവിടുത്തെ മെറ്റീരിയൽസിന് നല്ല വിടുത്താണ്. ബാക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെയാണ് തയ്ച്ചത്. ഇതിനൊരു പ്രശ്നം പറ്റിയത് ഇതിൻ്റെ സ്ലീവ് ഭയങ്കര നീളമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ചുരുക്കാൻ വേണ്ടിയിട്ട് ഈ സ്കാലപ്പ് വേണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഭാഗം മാത്രം വെട്ടി വെച്ചപ്പോൾ ഇവിടെ ഒരു കണ്ടം വെച്ച പോലെ. അപ്പം ഇനിയിപ്പോൾ ഇതിനെ കവർ ചെയ്യാനായിട്ട് ഒരു സീക്വൻസോ എന്തെങ്കിലും വെച്ച് അതിനെ കവർ ചെയ്യണം. അപ്പം ഈ ഒരു ബ്ലൗസ് ഗോൾഡൻ സാരി, അതിൻ്റെ ഒരു ബ്ലൗസ് പ്രിൻസസ് കട്ട് മോഡൽ, ഇത് വേറെ ബ്ലൗസ്. ഇനി ഒരു മഹാറാണി സ്റ്റൈലൊരു ബ്ലൗസാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് ഒരു ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. ഒരു മഹാറാണി കോളർ അതുപോലെ തന്നെ ഒരു ഇത് തയ്ച്ചിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ എവിടെയോ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്, ഏതൊരു സാരിക്ക് വാങ്ങിച്ചതാണ്, എന്തിനാ മേടിച്ചതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പം ഇതൊരു മഹാറാണി കോളറായിട്ട് ഓണത്തിൻ്റെ ഇട്ട നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ബ്ലൗസ്. അപ്പം ആ ഒരു മോഡലിൽ തന്നെ ഈ ഒരു ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്. ഇനി ഒരു ബ്ലൗസ് വരുന്നത് സീക്വൻസ് വെച്ചിട്ടാണെങ്കിൽ ഇനി ഒരു ബ്ലൗസ് തയ്ക്കാനും പണിയാണ്. ഇതിന് ഓൾറെഡി നെക്ക് വരുന്നത് കൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. പ്ലസ് ഈ സീക്വൻസ് വെച്ച് തയ്ക്കാനായിട്ട് സൂചി ഒടിഞ്ഞു പോകാൻ ഒരു പ്രശ്നമുണ്ട്. ഈ കണ്ണാടി ബ്ലൗസുകൾക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം എൻ്റെ സ്ഥിരം തയ്ച്ച് തരാനുള്ള ഒരു ചേട്ടനുണ്ട് ഞാലിക്കൂടെ. പുള്ളി പറഞ്ഞത് അത് അടിച്ചു പൊട്ടിക്കും കണ്ണാടിയൊക്കെ. എവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കണ്ണാടി എല്ലാം പൊട്ടിച്ചിട്ടാണ്. കാരണം ഒരു പ്രാവശ്യമാണ്ട് സൂചി ഒടിഞ്ഞ് പുള്ളിയെ കണ്ണിലേക്ക് തെറിച്ച്. കണ്ണാടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനത്തെ തയ്ക്കാനായിട്ട്. അതുപോലെ തന്നെ പേളിൻ്റെ ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് പുള്ളി പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തയ്ക്കാനാണ്. അപ്പോൾ ഈ സീക്വൻസ് ബ്ലൗസ്, ഇതിൻ്റെ സാരി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈശ്വരി ബ്യൂട്ടി ആൻഡ് ബോട്ടിക് എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡിയുടെ നിന്ന് വാങ്ങിച്ചതാണ്. മെഡ്രാസിൽ നിന്നുള്ള ലേഡിയാണ്. അന്ന് ഇപ്പം ബിസിനസ് ഇല്ല പുള്ളിക്കാരത്തേക്ക്, പക്ഷെ ഒത്തിരി സാരി ഞാൻ പുള്ളിക്കാരത്തിൽ നിന്ന് മേടിച്ചത്. നല്ല സാരികൾ കിട്ടാറുണ്ട്. പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോൾ മാത്രമേ സാരി ഇട്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ സാരികൾ ഇങ്ങനെ സെല് ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന്. പിന്നെ ബ്ലൗസ് ആദ്യമൊന്നും തയ്ച്ചിരുന്നില്ല, ഇപ്പം തയ്ച്ച് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ തയ്ച്ച് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് നല്ല ഒരു പാർട്ടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സീക്വൻസ് വർക്കിൻ്റെ. ഒരുപാട് സീക്വൻസ് ഉണ്ട് എൻ്റെ ഒരുപാട് സീക്വൻസിൻ്റെ ഒരു സാരി ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇടിവെട്ട് ഒരു ഇതാണ്, ഒരു സെലിബ്രിറ്റി ഒരു ടൈപ്പാണ്. ഇതാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ, പക്ഷെ നല്ലൊരു ലുക്കുള്ള സാരി. അപ്പം ഇത് നല്ലൊരു പിങ്ക് ഒരു പേസ്റ്റൽ കളർ തന്നെയാണ്. അപ്പം ഇതിന് നല്ല എന്താ പറയുക കളർഫുൾ ബ്ലൗസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത്. അപ്പം ഇത്രയാണ് സാരികൾ. ഇനി കാണിച്ചാലുള്ളത് ഞാൻ ഇവിടെ പോയാലും എപ്പോൾ നാട്ടിൽ പോയാലും വാങ്ങിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, ജിമിക്കി. എനിക്ക് ജിമിക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എന്താ എല്ലാവരും പറയും എന്നിട്ട് ഇടണമെന്നും കാണില്ലല്ലോ എന്ന്. അത് ശരിയാ, അതിൻ്റെ ഫംഗ്ഷൻ വന്നാലല്ലേ. വെറുതെ ഇങ്ങനെ ജിമിക്കിട്ട് ഇപ്പം കോളേജിലൊക്കെ പോകുമ്പോൾ ജിമിക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ജിമിക്കി നല്ല റയർ ജിമിക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും കേട്ടോ. ഏകദേശം ഒരു 10-50 അടുത്ത് ജിമിക്കി തള്ളിയതല്ല എൻ്റെ കയ്യിലുണ്ട്. ഒരു വീഡിയോ ചെയ്യുന്ന കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെന്തായാലും ഒരു സമയം കിട്ടുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ ഒരു ജിമിക്കി ഒരു ചെട്ടിനാട് കളക്ഷൻ പോലെയില്ലേ, നല്ല ഹെവിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഓണത്തിനൊക്കെ ഇടാൻ നല്ലത്. അതിന് ചെറിയൊരു കെം സ്റ്റോൺസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജിമിക്കി ഞാൻ കൂടെ MCPന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഒരു റോസ് ഗോൾഡ് പോലത്തെ ഒരു സ്റ്റോൺസിൻ്റെ ഒരു ജിമിക്കി, നല്ലൊരു വെറൈറ്റി ജിമിക്കി അല്ലേ, നിറയെ സ്റ്റോൺസ് വെച്ചിട്ട് ഒരു കേരള ജിമിക്കിയുടെ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജിമിക്കി വാങ്ങിച്ചു. പിന്നെ ലുലുവിൽ പോയപ്പോൾ ഞാൻ എപ്പോഴും ഒന്നും പോകാറില്ല, പോകുമ്പോൾ കയറുന്ന ഒരു കടയുണ്ട്. അവിടെ ഒരു രാജസ്ഥാനി കട, ഏത് ഫ്ലോറാണെന്ന് എനിക്കറിയില്ല. ഒരു രാജസ്ഥാനി ഗുജറാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെരുപ്പും അതുപോലെ തന്നെ ജ്വല്ലറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ ടോയ്സ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് വാങ്ങിച്ചൊരു ജിമിക്കിയാണ് കേട്ടോ. നല്ല രസമല്ലേ ഈ ജിമിക്കി. കണ്ടു കഴിഞ്ഞാൽ ഹെവിയാന്ന് തോന്നുമെങ്കിലും ഹെവി അല്ല, ഇത് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ നല്ല രസമുള്ള ഒരു എന്താ പറയുക ഒരു ഹാൻഡ് മെയ്ഡ് പോലത്തെയാണ് ഇരിക്കുന്നത്.
നല്ല രസമുള്ള ജിംകി, ലോങ് ജിംകിയാണ്, ഓണത്തിന് ഒഫ്കോഴ്സ് ഇടാം. അതുപോലെ തന്നെ ആദ്യം കണ്ടു വേണ്ടാന്ന് വെച്ച് പിന്നെ പോയി ചെന്ന് എടുത്ത ഒരു ജിംകിയാണ് കേട്ടോ ഇത്. ഇതിന് 1, 2, 3, മറ്റേതിനും 1, 2, 3 തന്നെയുണ്ട്. ഇത് കുറച്ചും കൂടി ലോങ് ആണ്, താഴെ ബെല്ലൊക്കെ ആയിട്ട്. ഇത് നമ്മൾ ആ ലുലു മോളിൽ നിന്ന് മേടിച്ചത്. ഇതിനകത്ത് പിങ്കും ഉണ്ട്, ഏതെങ്കിലും പിങ്ക് സാരിക്ക് മാച്ച് ചെയ്തിടാം. ലുലുന്ന് വാങ്ങിച്ചത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യം നാട്ടിൽ ചെന്ന കുറച്ച് ഐറ്റംസ് കേട്ടോ. ഇനിയുണ്ട്, പക്ഷെ ഇത്രയ്ക്കും എന്താ പറയുക ഹെവി എക്സ്പെൻസീവ് ഐറ്റംസ് അല്ല. അപ്പൊ വീഡിയോ ചോദിച്ചവരൊക്കെ ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ. കുറച്ച് സാരിയും സൽവാറും ജ്വല്ലറിയും ഒക്കെ കണ്ടു, നിങ്ങൾ ഹാപ്പി ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ താഴെ കമന്റ് ഇതിന് എന്തിനെങ്കിലും കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് കാണിച്ചതിലുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ.